ഹായ്, വെൽക്കം ടു വാലീസ് കുക്കിംഗ് വ്ളോഗ്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സ്വാദേറിയതും നല്ല മയവുമുള്ള ഒരു കൊഴുക്കട്ടയാണ്. ആദ്യം നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായി ഒരു പാൻ എടുക്കുക. ഇതിൽ 200 ഗ്രാം ശർക്കര ഇടുക. ഇതിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കുക. അതിനുശേഷം നമുക്കിത് അരിച്ചെടുക്കാം. വീണ്ടും ഇത് പാനിലേക്ക് ഒഴിക്കുക. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇടുക. അര ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ ചുക്ക് എന്നിവ ചേർക്കുക. ഇത് മീഡിയം ഫ്ലെയിമിൽ നന്നായി വിളയിച്ചെടുക്കുക. അങ്ങനെ ഇതിൻ്റെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആറാൻ വെക്കാം. ഇനി നമുക്കിതിൻ്റെ മാവ് കുഴച്ചെടുക്കാം. അതിനായി ഒരു പാത്രത്തിൽ 2 കപ്പ് വെള്ളം ഒഴിക്കുക. അര ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിക്കുക. വെളിച്ചെണ്ണ ചേർക്കുന്നത് നല്ല മയം കിട്ടാൻ സഹായിക്കും. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ മാവ് കുഴച്ചെടുക്കാം. അതിനായി പാത്രത്തിൽ 2 കപ്പ് അരിപ്പൊടി ചേർക്കുക. ഫൈനായി പൊടിച്ച അരിപ്പൊടി വേണം ചേർക്കാൻ. ഇതിലേക്ക് ഈ തിളച്ച വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കുക. അല്പാൽപമായി വേണം വെള്ളം ഒഴിക്കാൻ. മൂന്നാല് മിനിറ്റ് ഇവ നന്നായി കുഴയ്ക്കുക. അതിനുശേഷം ഇവ ചെറിയ ചെറിയ ഉരുളകളാക്കുക. കയ്യിൽ അല്പം വെള്ളം പുരട്ടിയാൽ ഒട്ടിപ്പിടിക്കില്ല. അതിനുശേഷം ഒരു ഉരുള എടുത്ത് ഒരു ചെറിയ കുഴി ഉണ്ടാക്കി ഇതിലേക്ക് ഈ ഫില്ലിംഗ് ഇടുക. അതിൽ അല്പം വെള്ളം നനച്ച്
എന്നിട്ട് ഇവ നന്നായി ഉരുട്ടിയെടുക്കുക. വിരലിൽ അല്പം വെള്ളം നനച്ചിട്ട് വേണം ഇവ സീൽ ചെയ്യാൻ. ബാക്കിയെല്ലാം നന്നായി ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. ഇനി ഒരു സ്റ്റീമറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് സ്റ്റൗ ഓൺ ചെയ്യുക. വെള്ളം തിളച്ച് വരുമ്പോൾ ഉരുളകൾ എടുത്ത് വയ്ക്കുക. പതിനഞ്ച് മിനിറ്റോളം ഇത് വേവിക്കുക. കൊഴുക്കട്ട നന്നായി വെന്തിട്ടുണ്ട്. നന്നായി ആറിക്കഴിയുമ്പോൾ എടുക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ നല്ല മയവും രുചിയുമുള്ള നമ്മുടെ കൊഴുക്കട്ട തയ്യാർ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.